ഹായ് ഹലോ വിഷാനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ആ വ്യക്തി തിരികെ വരുമോ, ഈ ഒരു ടോപ്പിക്കിലാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയെ വേണമെങ്കിലും ചിന്തിച്ച് ഈ വീഡിയോ കാണാം. പിന്നെ ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട. നിങ്ങളുടെ എനർജി അല്ല, നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം. ഓക്കെ. പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിംഗ് ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർ മാത്രം വരിക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ഹായ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ തിരിച്ചങ്ങോട്ട് വിളിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഓൺ കോളിൽ നമ്മൾ റീഡിംഗ് എടുക്കും. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരിക. തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക. പിന്നെ അതിനിടയ്ക്ക് മറ്റ് ജോലികളിലൊന്നും ഏർപ്പെടാതിരിക്കുക. ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് റെസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ. ഒന്നിനെയും ഫോഴ്സ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഓക്കെ തിരികെ വരുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട്. ഞാൻ അധികം കാർഡ് എടുത്തില്ല. 2, 4, 5, 7, 9, 11 കാർഡ്. ഓക്കെ. ഇത് ഈ കാർഡ് എടുത്തപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് തന്നെ ഓരോരോ കാർഡുകൾ വന്നതും ഒരു കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് എനർജി പോലെയാണ്. കാരണം താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് കേട്ടാൽ മതി. ഇത് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കാം. കാരണം അതിന് കൂടുതൽ വന്നത് റിവേഴ്സ് കാർഡുകളാണ്. ഓക്കെ. ഒട്ടുമിക്ക കാർഡുകളും റിവേഴ്സ് തന്നെയാണ്. ഇതിൽ 1, 2 കാർഡ് മാത്രമേ കറക്റ്റായിട്ട് വന്നിട്ടുള്ളൂ. ആ 2 കാർഡിൽ ഒന്ന് എന്താ പറയുക, വഴക്ക്, അടിപിടി, എപ്പോഴും എന്താ പറയുക, പ്രശ്നങ്ങൾ, പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മാറുന്നൊരവസ്ഥ, എപ്പോഴും ടെൻഷൻ അടിക്കുന്നൊരവസ്ഥ, അടിപിടിയാണ് മൊത്തത്തിൽ. ഓക്കെ. ഒട്ടും സ്റ്റേബിളല്ല ഈ കണക്ഷൻ. ഓക്കെ. ഇതിലെപ്പോഴും പ്രശ്നങ്ങളാണ്. ഓക്കെ. പിന്നെ ഇതേപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ്, ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നൊരവസ്ഥ, എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥ, അത്ര ഒരു ഇതിനെ ഒരു കോമ്പറ്റീഷൻ, മത്സരങ്ങളൊക്കെ തന്നെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. 5 എന്നൊരു നമ്പർ വരുന്നുണ്ട്. ലിയോ എന്നൊരു സോഡിയക് സൈനും ആ കാർഡിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതേപോലെ മറ്റ് നമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ 3 എന്നൊരു നമ്പർ വരുന്നുണ്ട്. 16, 21, 6, 10, 2, 13, 8, അതേപോലെ 9. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 5, ഇത്ര നമ്പേഴ്സാണ് തന്നെ. ലിയോൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഏരീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജെമിനി, സാജിറ്റാരിസ്, സ്കോർപിയോ, ലിബ്ര, സ്കോർപിയോ, പൈസസ്, സാജിറ്റാരിസ്. ഓക്കെ. ഇത്തരം സോഡിയക് സൈനുകളും ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ ഒരു നല്ല രീതിയിലുള്ളൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ബന്ധം മുൻകൂട്ടി നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരാഗ്രഹം ചിലപ്പോൾ 2 പേർക്കും ഉണ്ടാവില്ല. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങൾ ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കുന്നുണ്ടാകാം. മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പരിമിതികൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് സാധിക്കുന്നുണ്ടാകില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ. അപ്പം അത്തരമൊരു സാഹചര്യങ്ങൾ ഒരു കാർഡ് പറയുന്നുണ്ട്. പിന്നെ ഒരു ടവർ കാർഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഒരു പേടിയുണ്ട് ഈ ഭയത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന്. ഇതിലൊരുപാട് സഫർ ചെയ്യുന്നുണ്ട്.
എന്താ പറയുക, ഒരു തണുത്തുറഞ്ഞ ഒരു അവസ്ഥ തന്നെ പറയാം. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, ഒരു ദുരന്തം എല്ലാ തരത്തിലും. ഓക്കെ, ഒരു ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം വളരെ പെട്ടെന്ന് സംഭവിച്ചു. ചിലപ്പോൾ അത് സംഭവിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാകാം, അത് കുറേ പേർക്കൊക്കെ ഇനി വരുന്നതായിരിക്കാം. ഓക്കെ, അത്തരൊരു സാഹചര്യം കൊണ്ടായിരിക്കാം നിങ്ങളത് വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം ഇന്ന് രാത്രി വരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നാളെ കാലത്താകുമ്പോഴേക്കും വളരെ പെട്ടെന്ന് ഒരു ഉടക്കിലോട്ട് മാറുന്നൊരു അവസ്ഥ, അത്തരം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇത് ഓപ്പോസിറ്റിലൊരു വ്യക്തിക്ക് ഇത് എന്താ സംഭവം എന്ന് കൂടി തന്നെ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, വളരെ പെട്ടെന്നൊരു ചേഞ്ച്, അത്തരം കാര്യങ്ങളാണ് ചിലപ്പോൾ ഓൾറെഡി സംഭവിച്ചതായിരിക്കാം. പിന്നെ ഇതിലെ ലവേഴ്സ് കാർഡൊക്കെ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. റിവേഴ്സ് എന്ന് പറയുമ്പോൾ സെൽഫ് ലവ് ആണ്. ഓക്കെ, ഈ ഒരു സമയം ഭയങ്കര ഡിസ്ഹാർമണിയാണ് ഈ ഒരു ബന്ധത്തിൽ. ഒട്ടും ബാലൻസ്ഡ് അല്ല ഈ ഒരു റിലേഷൻഷിപ്പ്. മൊത്തം അലൈൻമെൻറ്റ് തെറ്റി കിടക്കുന്നു. വാല്യൂസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു ബന്ധം. ഒരു ഒട്ടും അറ്റാച്ച്ഡ് അല്ല. ഓക്കെ, എപ്പോഴും വഴക്കുകളും തെറ്റായ തീരുമാനങ്ങളും, അതുപോലെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, കമ്മിറ്റ്മെൻറ്റിനോടുള്ളൊരു പേടി, ഒട്ടും പരസ്പരപരമായുള്ള പൊരുത്തക്കേടുകൾ കാര്യങ്ങളൊക്കെയാണ് ആ കാർഡ് പൂർണ്ണമായിട്ടും സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിൽ വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല. ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം, ഇങ്ങനെ ഇത്തരം ഡേനുകൾ സംഭവിക്കേണ്ടതായിരിക്കാം, ഇതിങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാണ്. ഓക്കെ, ഇതിലൊരു പൂർത്തീകരണം സംഭവിച്ചിട്ടില്ല ഇതുവരെ, ഒരു പൂർത്തീകരണത്തിലോട്ട് ഇത് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇനിയും ഇതിൽ മുന്നോട്ട് കുറേ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടാകാം. ഓക്കെ, നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിന് നേരിടേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിന് കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കേണ്ട കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ അതിന് ഫോഴ്സ്ഫുള്ളി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നതാകാം. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഒരുപാട് ഇമാജിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതെല്ലാം തകർന്നുണ്ടാവും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു പരസ്പര അസൂയ, ദേഷ്യം, വഴക്ക്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ കൂടുതൽ നിൽക്കുന്നത്. പിന്നെ ഇതിൽ നല്ലത് ഏത് ശരിയേത് എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. ഏതാണ് ഒരു റൈറ്റ് ചോയ്സ് എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങൾ. ഓക്കെ, എല്ലാം തലതിരിഞ്ഞ ഇതാണ് കാർഡ് വന്നിട്ടുള്ളത്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, പല സ്ഥലത്തുനിന്ന് പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവോ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാവോ, അല്ലെങ്കിൽ പലരായിട്ട് കൂടി ആലോചിക്കുന്നുണ്ടാക്കാം. പലതരത്തിലുള്ളത്, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എത്രമാത്രം ആലോചിച്ചാലും ഒന്നൊരു തീരുമാനവും കാര്യങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇത് നിങ്ങൾക്കോ അവർക്ക് തോന്നുന്നുണ്ടാക്കുക ഇതേപോലെ തന്നെ ഇതൊരു നമ്മളെന്താ പറയുക, നിർബന്ധപൂർവ്വം ഒരു സംഭവം ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെ. ഓക്കെ, ഇതിനെല്ലാം റിലീസ് ചെയ്തിട്ട് ഈ ഓവറായിട്ട് സ്ട്രെസ്സായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറാം, ഇതിൽ നിന്നെല്ലാം മാറാം എന്ന് വിചാരിച്ച് അത്തരത്തിൽ പിൻവാങ്ങുന്നവരുണ്ടാകാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഇതിലൊരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടുന്നൊരവസ്ഥയാണ് റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പൂർണ്ണമായിട്ടൊരു അറ്റത്തെത്തി നിൽക്കുന്ന ഒരവസ്ഥ. ഇനി ഈ ഒരു ബന്ധത്തിൽ എന്ത് വേണം മുന്നോട്ട്, എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നറിയാത്തൊരവസ്ഥ, അതിൽ പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല, ഏറ്റവും അറ്റത്ത് പോയി നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ആ കാർഡ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഭയങ്കരമായിട്ട് അത് എന്നേക്കായിട്ട് ഇത് ഇല്ലാതെയായി പോകുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ഒരു മാറ്റമായ ഒരു പേടി. ഓക്കെ, അത്തരം കാര്യങ്ങളുണ്ട്. ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിലും ആ വ്യക്തിയിൽ സംഭവിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നുണ്ടാകാം, വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ടാകാം. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ ചെയ്യുകയാണെങ്കിൽ വർക്കാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പ്രാക്ടിക്കലി ചിന്തിക്കുക, ഈഗോ കാര്യങ്ങളില്ലാതാക്കുക, നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നൊക്കെയാണ് ആ കാർഡിൻ്റെ മെസ്സേജ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഓക്കെ, ഒരു വിഡ്രോവൽ, അല്ലെങ്കിൽ ഇതിൽ നിന്നോ പേടിച്ചൊഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഇത് കാണാതെ പോലെ പിന്തിരിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒളിച്ച് നോക്കുന്ന ഒരവസ്ഥ, അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ ഈ വ്യക്തിയായിട്ട്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിനെ കണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതും, നിങ്ങൾ എത്ര വിചാരിച്ചിട്ടും ഒരു പക്ഷേ ഈ വ്യക്തിയിൽ നിന്ന് അകന്നു പോകാൻ പറ്റാത്തതും. അങ്ങനെ നിങ്ങൾക്കൊരു കണക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയോട് തോന്നാനുള്ള കാരണം ഇത് എല്ലാം സംഭവിക്കേണ്ടതായിരിക്കും. ചിലപ്പോൾ അതിന് അതിൻ്റേതായ ഒരു സമയം ഉണ്ടാകാം. അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കാർഡുകൾ സൂചിപ്പിക്കുന്ന പോലെ ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോകേണ്ടതാണ്. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടാകാം. ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ടാകാം. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒട്ടും ഇത് കണക്റ്റഡ് അല്ല. ഓക്കെ, അത്തരം ഒരു ഇതിനെയാണ്. ഇപ്പോൾ ആ വ്യക്തി തിരിച്ചു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥകളിൽ കൂടെയാണ്. അപ്പോൾ കൂടുതൽ കാർഡ് റിവേഴ്സാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ വ്യക്തി തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നില്ല എന്നാണ് കാർഡിൽ പറയുന്നത്.
എനർജി എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആകാം. ഓക്കെ, നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.